വെൽക്കം ടു റൈസ് ഏഗൺ. അപ്പൊ നമ്മുടെ സേ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹിന്ദിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്ന പാഠത്തിലെ എല്ലാ ചോദ്യങ്ങളുമാണ്. ഈ ഒരു പാഠത്തിൽ നിന്നും ഏത് തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാലും മക്കൾക്ക് എഴുതാൻ പറ്റണം. അപ്പൊ ആ ഒരു രീതിക്കാണ് ഈ ഒരു വീഡിയോ പോകുന്നത്. നമുക്ക് നോക്കാം. ഷഹൻഷാ അക്ബർ കോ കോൺ സിഖായേഗ എന്നത് ഒരു ലോക കഥയാണ്. ഇതൊരു 1 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കാം. बहुत सी ऐसी चीजें हैं जिनके बारे में मैं नहीं जानता. ഒരുപാട് ആളുകളുണ്ടല്ലോ, ഒരുപാട് വസ്തുക്കളുണ്ട്, അതിനെല്ലാം കുറിച്ച് എനിക്ക് അറിയില്ല. ഇസ് കഥൻ സേ അക്ബർ का कौन सा മനോഭാവ പ്രകട होता है. അക്ബർ രാജാവിന്റെ എന്ത് മനോഭാവമാണ് ഇതിലൂടെ കാണുന്നത് എന്നാണ് പറയുന്നത്, പ്രകടമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഉത്തരം നോക്കാം. शहंशाह अकबर एक राजा होने पर भी उनके लिए अज्ञात चीजों को दूसरों से सीख लेने को तैयार होते हैं. ഷഹൻഷാ അക്ബർ ഒരു രാജാവാണ് അല്ലെ. ഏക് രാജാ ഹോനെ പർ, ഒരു രാജാവായിരുന്നിട്ടും ഉൻകെ ലിയേ അജ്ഞാത് ചീസോं को दूसरों से सीख लेने को तैयार होते हैं. അതായത് അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങൾ, അജ്ഞാത് ചീസ് എന്താണ്, അറിയാത്ത കാര്യങ്ങളാണ്. അപ്പൊ ആ അറിയാത്ത കാര്യങ്ങള് നോക്കൂ, ദൂസരോം സേ സീഖ് ലേനേക്കോ, മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാണ്. യഹാം समाज के सभी विषयों पर ज्ञान पाने की उनकी आकांक्षा हम देख सकते हैं. ഇതിലൂടെ മനസ്സിലാകുന്ന കാര്യം എന്താണ്, അക്ബർ രാജാവിന് എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഒരു അറിവുണ്ടാകണമെന്ന ഒരു ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. 2 മാർക്കിന് നമ്മളോട് ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. നോക്കൂ, അടുത്ത ചോദ്യം. ബീർബൽ സമാജ് കെ വിഭിന്ന പ്രകാർ കെ ലോഗോं को दरबार में बुला लाया. അപ്പൊ ബീർബല് കൊട്ടാരത്തിന് മുന്നിലേക്ക് ഒരുപാട് തരത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ അത് ആരൊക്കെയായിരുന്നു എന്നുള്ളത്? അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ. നോക്കൂ, കാരൺ ക്യാ ഹോഗ, അതിന്റെ കാരണം എന്തായിരുന്നു? ഇതാണ് ചോദ്യം. നോക്കൂ, സമാജ് കെ ഹർ ലോഗ് കിസി ന കിസി കാം മേ നിപുൺ ഹോംഗെ. ഈ സൊസൈറ്റിയിലുള്ള ഓരോ ആളുകളും ഓരോ തരത്തിൽ കഴിവുള്ളവരാണ്. ഉൻസേ സഭീ കാര്യ സീഖ്ന ആസാൻ നഹീ ഹൈ. അപ്പൊ എന്താണ്, എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിക്ക് പഠിക്കുക എന്നുള്ളത് അത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമേ അല്ല. अकबर को ये समझाने के लिए बीरबल समाज के विभिन्न प्रकार के लोगों को दरबार में बुला लाया. അല്ലേ? അപ്പൊ എന്താണ്, ഇത് രാജാവിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ഓരോരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള കഴിവുകളാണ് ഉള്ളത് എന്നും കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അടുത്ത ചോദ്യം എങ്ങനെയാണ്, ഹമേഷാ ഹി സീഖ്താ ഹൂം. ഇതാര് പറഞ്ഞതാ? കമന്റ് ചെയ്യണേ. നോക്കൂ, ഹമേഷാ ഹി സീഖ്താ ഹൂം ഇസ്കാ ക്യാ മത്ലബ് ഹൈ. എപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഇതാരാണ് പറഞ്ഞത്? ഉറപ്പായി നിങ്ങൾ കമന്റ് ചെയ്യണം. നോക്കൂ, इसका मतलब है कि समाज के हर व्यक्ति अपनी मृत्यु तक कुछ ना कुछ नई बातें सीखता रहता है. എന്താണ് പറയുന്നത്? അതായത് സമാജ് കെ ഹർ വ്യക്തി, ഈ സൊസൈറ്റിയിലുള്ള ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും മൃത്യു തക്, മരണം വരെ എന്താണ്, കുച്ച് നാ കുച്ച് നയി ബാത്തെ സീഖ്താ രഹതാ ഹൈ. ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജോ വ്യക്തി ചാഹ്താ ഹൈ वो अपने चारों ओर के विभिन्न स्रोतों से ज्ञान प्राप्त कर सकता है. അപ്പൊ ആ വ്യക്തിക്ക് വേണ്ടത് എന്താണ്? वो अपने चारों ओर के, അല്ലേ, തന്റെ ചുറ്റുപാടിൽ നിന്നും വിഭിന്ന സ്രോതോം സേ, വിഭിന്ന ആളുകളിൽ നിന്നും വിഭിന്ന സ്രോതസ്സുകളിൽ നിന്നും ഒക്കെ ജ്ഞാൻ പ്രാപ്ത് കർ സക്താ ഹൈ, അറിവ് നേടുകയാണ് അല്ലേ. നോക്കൂ, അടുത്ത ചോദ്യം. യ ഭൂട്ടി മഹിള കിൻ കിൻ കി പ്രതിനിധി ഹോ സക്തി ഹൈ. ഇവിടെ ഒരു ഭൂട്ടി മഹിള ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കഥ ഓർമ്മയില്ലേ? അക്ബർ രാജാവിന് എല്ലാത്തിനെ കുറിച്ചും പഠിക്കണമെന്ന് പറയുന്നു. ബീർബല് അടുത്ത ദിവസം രാജകൊട്ടാരത്തിന് മുന്നിൽ ഒരുപാട് ആളുകളെ കൊണ്ടുവരുന്നു. അപ്പൊ അതിന് അക്ബർ രാജാവിന് ദേഷ്യം വരുന്നു. അതിനിടയിൽ നിന്നും ബീർബലിന്റെ ഗുരുവും അതുപോലെ ഗുരുവായിട്ടുള്ള ഒരു ഭൂട്ടി മഹിള വരികയാണല്ലേ. അപ്പൊ ആ ഭൂട്ടി മഹിള ഇവിടെ എന്തിന്റെയൊക്കെ പ്രതിനിധിയാണെന്നാണ് ചോദ്യം. നോക്കൂ, വേ മഹാൻ ഗുരു സാദഗി സേ ജീവൻ ബിതാനെ വാലി ഔരത്
समझदार और अच्छे इंसान की प्रतिनिधि है. അപ്പോൾ വലിയൊരു മഹാനായിട്ടുള്ള ഗുരുവാണ്. സാദഗി സേ ജീവൻ ബിതാനെ വാലി ഔരത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ലാളിത്യത്തോടു കൂടി ജീവിതം ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. സമജ്ദാർ, എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇൻസാൻ കി പ്രതിനിധി ഹേ, വളരെയധികം സത്യസന്ധയായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി സഭി ശിക്ഷക് ഭി ഹേ और വിദ്യാർത്ഥി ഭി, ഇസ്കാ മത്ലബ് ക്യാ ഹേ? എല്ലാവരും അധ്യാപകരുമാണ്, അതുപോലെ എല്ലാവരും വിദ്യാർത്ഥികളുമാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അല്ലേ? ഈ ലോകകഥയില് ഒരു ലൈൻ, ഒരു സെന്റൻസ് ഇങ്ങനെ ഉണ്ട്. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഹർ ആദ്മി കോ കിസി ന കിസി ഹുനർ ഔർ ജ്ഞാൻ ഹോഗാ. അപ്പൊ ഓരോ വ്യക്തിക്കും എന്താണ്, ഓരോ തരത്തിലുള്ള കഴിവുകൾ ഉണ്ടെന്നും ഉസ് ജ്ഞാൻ ദൂസരോं को खुशी से देता नए नए ज्ञान प्राप्त होता भी है इसलिए ऐसा कहते हैं. അപ്പോ എന്താ, ഓരോരുത്തരും എന്ത് ചെയ്യാണ്, ഉസ് ജ്ഞാൻ ദൂസരോं को മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ കൊടുക്കുകയും അതുപോലെ ഓരോ ആളുകൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, എന്ത്, ജ്ഞാനാർജൻ ജന്മ സേ ലേക്കർ മൃത്യു തക് ചൽനെ വാലി നിരന്തർ പ്രക്രിയ ഹെ. ഹരേക്ക് വ്യക്തിമേ കോയി ന കോയി ഹുനർ ഹേ, അല്ലെങ്കിൽ കുച്ച് ന കുച്ച് ഹുനർ ഹേ എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ ഓരോ വ്യക്തിക്കും എന്താണ്, അറിവ് നേടുക എന്നുള്ളത് ജനനം മുതൽ മരണം വരെ പോകുന്ന ഒരു പ്രോസസ്സാണ്. അത് ഓരോ ആളുകളിലും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ഒരു പ്രത്യേക തരം കാര്യവുമാണ്. നോക്കാം നമുക്ക് അടുത്ത ചോദ്യം. तुम सच में भाग्यशाली हो जो तुम्हें इतनी समझदार गुरु मिली. ഭാഗ്യശാലി കോൻ ഹെ? ഇവിടെ ഭാഗ്യശാലി ആരാണ്? അക്ബർ രാജാവ് പറയുന്നുണ്ട് ആരോട്? ബീർബലിനോട്. തും സച്ച് മേ ഭാഗ്യശാലി ഹോ ജോ തുമേ ഇത്നി സമജ്ദാർ ഗുരു മിലി എന്ന് പറയുന്നില്ലേ? അപ്പൊ അങ്ങനെ പറയുന്നത് ആരോടാണ്? അക്ബർ രാജാവ് പറയുന്നത് ഇവിടെ ബീർബലിനോടാണ്. നോക്കൂ അടുത്തത്. ദർബാർ തര തര കെ ലോഗോം സേ ഭരാ ഥാ. ഈ കൊട്ടാരം തര തര കെ ലോഗോം സേ ഭരാ ഥാ, ഒരുപാട് ആളുകളാൽ നിറഞ്ഞിരിക്കുകയാണ്. കിസ്കെ നിർദ്ദേശാനുസാർ ബീർബലിനെ ഏസാ കിയ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് ബീർബൽ ഇങ്ങനെ ചെയ്തത്? ആരുടെയാണ്? നോക്കൂ, അക്ബർ രാജാവിനല്ലേ എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉത്തരം അക്ബർ രാജാവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയില് 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഈ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ചോദ്യങ്ങളും പഠിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അടുത്ത നോക്കിയേ. വിശേഷൻ ശബ്ദ ലിഖേ. അപ്പൊ വിചിത്ര ദൃശ്യ എന്ന വാക്കിൽ വിശേഷൻ ശബ്ദം എന്താ? നമ്മൾ എപ്പോഴും പറയാറുണ്ട് എന്ത്, ഒരു വാക്കിന് മുന്നേ വരുന്ന അല്ലെങ്കിൽ ഒരു വസ്തുവിനെ, ഒരു വ്യക്തിയെ, ഒരു സ്ഥലത്തെ ഒക്കെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കിനെയാണെന്ന് പറയാ നമ്മൾ വിശേഷൻ ശബ്ദം എന്ന് പറയാ. ഇവിടെ നോക്കൂ, വിചിത്ര ദൃശ്യ എന്നുള്ളത് ഒരു ദൃശ്യമാണ്. ആ ദൃശ്യത്തെ വിശേഷിപ്പിക്കുന്നത് വിചിത്രമായ ദൃശ്യം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ വിചിത്ര എന്നുള്ളതാണ് എന്ത്, വിശേഷൻ ശബ്ദ. ഓക്കെ ആണല്ലോ. അടുത്തത് ആധി ജനത, പകുതിയോളം ജനങ്ങൾ. അവിടെ പകുതി എന്നുള്ളതാണ് വിശേഷൻ ശബ്ദ. അടുത്തത് ഗരീബ് ആദ്മി അല്ലെ? ഗരീബ് ആദ്മി എന്ന് പറയുമ്പോൾ എന്താണ്? പാവപ്പെട്ട മനുഷ്യരല്ലേ? അപ്പൊ ഗരീബാണ്. ഭൂട്ടി മഹിളയില് ഭൂട്ടിയാണ്. ശ്രേഷ്ഠ ഗുരുവില് ശ്രേഷ്ഠാണ് വിശേഷ ശബ്ദ. ബുദ്ധിമാൻ വ്യക്തിയില് വ്യക്തിയെ വിശേഷിപ്പിക്കുന്നത് ബുദ്ധിമാൻ എന്ന പദവുമായിട്ടാണ്. അപ്പൊ ബുദ്ധിമാൻ വ്യക്തി. ബഡിയാദാം നല്ല വില. അപ്പൊ ബഡിയ എന്നുള്ളതാണ് ഇവിടെ വിശേഷ ശബ്ദം വരുന്നത്. അച്ഛ ഇൻസാൻ അച്ഛ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് വേറൊരു രീതി ചോദ്യമാണ്. എങ്ങനെ? സഹി പ്രസ്താവ് ചുൻകർ ലിഖേ എന്നുള്ളതാണ്. നോക്കൂ, ജ്ഞാനാർജൻ ജിന്ദഗി ഭർ ചൽനെ വാലി പ്രക്രിയ ഹേ. ഈ ജ്ഞാനാർജൻ എന്ന് പറയുന്നത് എന്താണ്? ജിന്ദഗി ഭർ ചൽനെ വാലി, ജീവിതത്തിൽ ഉടനീളം നടക്കുന്ന ഒരു പ്രക്രിയയാണ് എന്നാണ് പറയുന്നത്. ഹർ വ്യക്തി മേ കുച്ച് നാ കുച്ച് ഹുനർ മൗജൂദ് രഹതാ ഹേ. അതായത് ഓരോ വ്യക്തിയിലും ഓരോ തരത്തിലുള്ള എന്തുണ്ട്? ഹുനർ മൗജൂദ് രഹതാ ഹേ. ഓക്കെ, ജ്ഞാൻ സേ സബ്കി ബലായി ഹോനി ചാഹിയേ. അറിവ് കൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. ജ്ഞാനാർജൻ സിർഫ് കിതാബോം സേ ഹോത്താ ഹേ. അറിവ് നേടുക എന്നുള്ളത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യമാണ്.
ശരിയാണോ? ഇതുവരെ കറക്റ്റ് ആണ്, ഇത് തെറ്റായി തോന്നിയല്ലേ? അപ്പൊ ഇത് തെറ്റാണ്. അതായത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല നമുക്ക് അറിവ് കിട്ടുക, നമ്മുടെ ചുറ്റുപാടിൽ നിന്നും, വ്യക്തികളിൽ നിന്നും, ഓരോ വസ്തുക്കളിൽ നിന്നും, പുസ്തകങ്ങളിൽ നിന്നും കിട്ടും അല്ലെ? അനുഭവങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് കിട്ടും? അറിവ് കിട്ടും. അപ്പോ അടുത്ത നോക്കിയേ, ഹർ വ്യക്തി സേ കുച്ച് നാ കുച്ച് സിക്കാ ജാ സക്താ ഹെ. ഓരോ വ്യക്തിയെയും നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും പറ്റും, അതുപോലെ എന്താണ്, അവര് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനും പറ്റും അല്ലെ? നമുക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരാറില്ലേ? ഓക്കെ, അതുപോലെ അടുത്ത നോക്കിയേ, നിർദ്ദേശാനുസാർ ഏക് ശബ്ദ കെ സ്ഥാൻ पर दूसरे शब्द का प्रयोग करके वाक्य की पूर्ति करे, वाक्य का पुनर्लेखन करे എന്നുള്ളതാണ്. നോക്കാം നമുക്ക് ഇവിടെ मैं बहुत चतुर नहीं हूं എന്നുള്ളൊരു വാക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ ആ വാക്കിനെ ഇവിടെ മേമിന് പകരം തുമ്മ ഉപയോഗിക്കണം. അപ്പൊ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്, മേമിൽ തുടങ്ങുന്ന ഒരു വാക്ക് എങ്ങനെയാണ് അവസാനിക്കേണ്ടത്? ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, മേലിൽ തുടങ്ങുന്ന ഒരു വാക്ക്, മേം എന്നൊരു വാക്ക്, മേം ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അവസാനിക്കേണ്ടത് ഹുമ്മിലായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കൂ, മേ ബഹു ചതുർ നഹി ഹൂ, ഞാൻ വലിയ ഒരു ബുദ്ധിമാനൊന്നും അല്ല എന്ന് പറയാണല്ലേ. അപ്പൊ അത് തുമ്മാവുമ്പോഴോ, തുമ്മിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ്, ഒരു വാക്യം അവസാനിക്കേണ്ടത് ഹോയിലാണ്. അപ്പൊ നോക്കൂ, തുമ്മാക്കി എഴുതുമ്പോ തും ബഹുത് ചതുർ നഹി ഹോ, തും ബഹുത് ചതുർ നഹി ഹോ എന്നുള്ളത് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്. മേൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് അവസാനിക്കേണ്ടത് ഹുമ്മിലും അതുപോലെ തുമ്മിൽ തുടങ്ങുന്ന ഒരു സെന്റൻസ് അവസാനിക്കേണ്ടത് ഹോയിലും ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത നോക്കിയേ, തും ഭാഗ്യശാലി ഹോ, ഈ ഒരു വാക്ക് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത്? നോക്കൂ, തുമ്മിനെ മാറ്റി നമുക്ക് അവിടെ മേം കൊടുക്കണം. അപ്പൊ മേ ഭാഗ്യശാലി ഹും. ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ പറഞ്ഞു പോവാ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ തെറ്റാണെങ്കിലും ശരിയായ ഉത്തരം നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. നോക്കിയേ, തും ഭീ ഏക് വിദ്യാർത്ഥി ഹോ, അപ്പൊ തുമ്മിലാ തുടങ്ങിയിട്ടുള്ളത്, ഹോൽ അവസാനിച്ചു. നമുക്കത് മേമിലേക്ക് മാറ്റി എഴുതണം. മേമിന്റെ പ്രയോഗത്തിലേക്ക് മാറ്റി എഴുതുമ്പോ നോക്കൂ, മേ ഭീ ഏക് വിദ്യാർത്ഥി ഹൂം എന്ന് വരും. ഓക്കെ, നോക്കാം. ഇനി മേ സീഖ്നാ ചാഹ്താ ഹൂ, മേ സീഖ്നാ ചാഹ്താ ഹൂ എന്നുള്ള തുമ്മാക്കുമ്പോ എങ്ങനെ വരും? ആ, തും സീഖ്നാ ചാഹ്തേ ഹോ. ഓക്കെ, അടുത്തത് ഭൂട്ടി ഔരത് രാജാ കെ സാമനെ ആയി. ഇവിടെ ഭൂട്ടി ഔരത് എന്നുള്ളതിൽ പകരം ഭൂട്ടി ആദ്മി എന്നാക്കണം. അപ്പൊ ഭൂട്ടി വരില്ലല്ലോ, ആദ്മി എന്നുള്ളത് എന്താണ്? പുല്ലിംഗ അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ വരും, ഭൂഠാ ആത്മി രാജാ കെ സാമനെ ആയ എന്ന് വരും. ഓക്കെ, അടുത്ത നോക്കാം, കോഷ്ടക് സേ ഉചിത് ശബ്ദ യാ വാക്यांश സഹി സ്ഥാൻ पर रखकर പിരമിഡ് की പൂർത്തി കരെ. വാക്യ പിരമിഡ് പൂർത്തിയാക്കാനാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് 2 മാർക്കിന്റെയും 1 മാർക്കിന്റെയും അതുപോലെ തന്നെ വിശേഷ ശബ്ദ ഗ്രാമർ പാർട്ട് നോക്കി കഴിഞ്ഞു അല്ലെ? അടുത്തത് എന്ത് നോക്കി? മേമും തുമ്മും മാറി മാറി വരുമ്പോ അതിന്റെ പ്രയോഗത്തെ കുറിച്ച് നോക്കി, സഹി പ്രസ്താവ് നോക്കി. അപ്പൊ ഒരു പാഠത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ നോക്കി കഴിഞ്ഞു അല്ലെ? അടുത്ത് നോക്കിയേ, ബീർബൽ ചതുർധേ. ഓക്കെ, അടുത്തത് വന്ന് എങ്ങനെയാണ്? ദർബാർ കെ വിദ്വാനോ മേ ബീർബൽ ചതുർധേ. അടുത്ത എങ്ങനെ പറയാം? ദർബാർ കെ വിദ്വാനോ മേ ബീർബൽ ബഡേ ചതുർധേ എന്ന് കൊടുത്തൂടെ? അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ബാദ്ഷാ ഷഹൻഷാ കെ. അടുത്ത എങ്ങനെ കൊടുക്കാം? ബാദ്ഷാ ഷഹൻഷാ കെ ദർബാർ കെ വിദ്വാനോ മേ ബീർബൽ ബഡേ ചതുർഥേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം അല്ലെ? അപ്പൊ അതങ്ങനെ ഫില്ല് ചെയ്യാ. ഓക്കെ ആണല്ലോ? അടുത്തത് സഹി മിലാൻ കർക്കെ ലിഖേ. ഓക്കെ, അപ്പോൾ ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് നോക്കിയാലോ. ദർബാർ മേ മൗജൂദ് ഹർ വ്യക്തി ആപ്കോ കുച്ച് നാ കുച്ച് സിഖാ സക്താ ഹേ. അതായത് ഈ കൊട്ടാരത്തിന് മുന്നിൽ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുമെന്നും പ്രത്യേക കെ പാസ് കുച്ച് ഹുനർ ഹേ
കുച്ച് ഗ്യാൻ ഹേ, ഓരോ ആളുകൾക്കും എന്തുണ്ട്, ഓരോ തരത്തിലുള്ള കഴിവുകളും ഉണ്ട്, അതുപോലെ അറിവുമുണ്ട്. ഇനി ഹരേക് ഏസാ കുച്ച് ജാൻതാ ഹേ, ഈ ഒരു വ്യക്തിക്ക് അറിയുന്ന ഒരു കാര്യം എങ്ങനെയാണ്, ജോ ദൂസരോങ്കോ നഹീ പതാ, അല്ലെ, അത് മറ്റൊരാൾക്ക് അറിയില്ല. അടുത്ത് നോക്കൂ, സബ് കുച്ച് സീഖ്നെ കെ ബദലെ അച്ഛാ ഇൻസാൻ ബന്നാ ചാഹിയേ, എല്ലാം അറിയുക എന്നതിനേക്കാൾ വലിയൊരു കാര്യമാണ് എന്ത്, നല്ലൊരു മനുഷ്യനായിട്ട് മാറുക എന്നുള്ളത്, അല്ലെ. ഇനി ഈ ഒരു പാഠത്തിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് എന്ത്, ജ്ഞാനാർജൻ പർ ലേഖ ലിഖേ. അപ്പൊ അതിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്. ജ്ഞാനാർജനെ കുറിച്ച് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച ഒരു പോയിന്റ് ഉണ്ട്. എന്താണത്, ജ്ഞാനാർജൻ ജന്മസേ ലേക്കർ മൃത്യു തക് ചലനെ വാലി നിരന്തർ പ്രക്രിയ ഹേ, ഹരേക് വ്യക്തി മേം കുച്ച് നാ കുച്ച് ഹുനർ ഹേ എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ എന്താണത്, ജ്ഞാനാർജൻ ജന്മസേ ലേക്കർ മൃत्यु तक चलने वाली निरंतर प्रक्रिया है, हर एक व्यक्ति में कुछ ना कुछ हुनर है. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലുള്ള കഴിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു തോൽവിയൊന്നും മക്കൾ വലിയൊരു തോൽവിയായിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പൊ ഉറപ്പായിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും. ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയും കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം കുട്ടികളിലേക്ക് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കൂടെ തന്നെ, അതായത് പാസ്സാവാത്ത, ഹിന്ദിയിൽ തോറ്റുപോയിട്ടുള്ള മക്കൾ വേറെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ അയച്ചു കൊടുക്കുക, അവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. നമ്മൾ ചാപ്റ്റർ വൈസ് റിവിഷൻ ഇങ്ങനെ തന്നെ തരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.